നമ്മുടെ ശബ്ദത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അടിപൊളി ലെസൺ അതെന്ന് പറയുന്നത് ആൻഡ് യു ഷുഡ് നോ ദിസ്. കാര്യം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഇത് പല സ്ഥലത്തായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ബോഡി ലാംഗ്വേജ് നോക്കി ഒരാൾ നമ്മളെ അനലൈസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ വോയിസ് നോക്കി ഒരാൾ നമ്മളെ പറ്റി അസംഷൻസും ജഡ്ജ്മെന്റ്സും ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വോയിസ് എന്ന് പറയുന്നത്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, വളരെ ഗാംഭീര്യമുള്ള വോയിസ് ഉള്ള ആൺകുട്ടികളോട് പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പലപ്പോഴും നമ്മളുടെ പേഴ്സണാലിറ്റി അളക്കുന്ന ഒരു ഫാക്ടർ ആയിട്ട് വോയിസ് മാറാറുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം കാണിക്കാം. നീ പൊയ്ക്കോ കുഴപ്പമൊന്നുമില്ല, നീ പൊയ്ക്കോ കുഴപ്പമൊന്നുമില്ല, എടാ നീ പൊയ്ക്കോ കുഴപ്പമൊന്നുമില്ല. ഈ 3 സ്ഥലങ്ങളിൽ ഞാൻ അധികം ബോഡി ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ വോയിസിൻ്റെ മോഡുലേഷൻ വഴി ഞാൻ 3 തരത്തിലുള്ള സിനാരിയോസിലുള്ള ഒരു കാര്യമാണ് കൺവേ ചെയ്തതെന്നുള്ളത്. സോ വോയിസിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ആളുകൾക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ വോയിസ് ഒന്ന് റെഗുലേറ്റ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലപ്പോഴും ഇത് പല തരത്തിലുള്ള വ്യത്യാസങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഐ റിപ്പീറ്റ്, നിങ്ങളുടെ വോയിസ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി. ഇതേപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ടിപ്സിന് വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.